ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മലപ്പുറത്ത് ചെനക്കലുള്ള ഒരു ഫാമാണ്. ഇതിൻ്റെ രണ്ടാം പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇവർ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ ഈ കാണുന്നത് സാധാ സപ്പോർട്ട് അല്ല കേട്ടോ. ഇതിൻ്റെ പേരെന്താണ്? ഇത് തായ് ജംബോ റെഡ് എന്നൊക്കെ പറയും. ഇതും പഴുത്തിട്ടില്ലല്ലോ? ഇത് ഏകദേശം ആയിക്കണോ? എന്നാൽ പൊട്ടിച്ചോ. പഴുത്തിട്ടില്ല. ഓക്കെ. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒരു എന്താ പറയുക, കറക്റ്റ് ഇങ്ങനെ പഴുത്തിട്ടൊന്നും കിട്ടില്ല. പിന്നെ അത് കഴിച്ച് നോക്കാനും പൊട്ടിക്കാനുള്ള ഒരു ആകാംക്ഷ കാരണമാണ് ചോദിക്കണത്. എന്തായാലും ഒന്ന് നോക്കി നോക്കാം. ഇതും ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് മുറിപ്പിച്ചത്. ഇതും അത്യാവശ്യം ഉണ്ടാവും തോന്നുന്നല്ലേ? ഇതിന്റെ കളർ പറഞ്ഞാൽ ഉള്ളില് അത്യാവശ്യം നല്ല കളറായിരിക്കും. ഇതൊന്നും കൂടി പൈക്കാണ്ട് ഈ കളർക്ക് വരും മൊത്തത്തില്. ഇത് സീഡ് കുഴിച്ചിടാൻ പറ്റുമോ? സീഡ് കുഴിച്ചിടാം, പക്ഷെ ഇതേ വെറൈറ്റി കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. സപ്പോർട്ടിന്റെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. കിട്ടുമായിരിക്കും വെറൈറ്റി. ഇതിമൊന്നും ചെയ്തിട്ടില്ല. ഇതിന് ലെയർ അടിച്ചിരുന്നു ആദ്യം. ഇതിന്റെ തെയ്യിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇതേപോലെ ചെയ്യുന്ന പോലെ നിർത്തി കൊടുക്കുമ്പോൾ നമ്മളൊരു വില കുറച്ച് കൊടുക്കാൻ നടക്കൂല. അപ്പൊ അവരുടെ റേറ്റും നമ്മൾ കൊണ്ടുവരേണ്ട ചെലവും എല്ലാം കൂടി വരുമ്പോൾ കുറച്ച് ചെലവ് വരും. തീർച്ചയായിട്ടും അപ്പോഴുള്ള കാര്യം സത്യസന്ധമായിട്ട് ആള് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ആൾക്കാർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല തൈകൾ തന്നെ കൊടുക്കാം. നമ്മളിത് പറഞ്ഞാല് കൺഫേം ആയിട്ടുള്ള തൈകൾ തന്നെ ആയിരിക്കും. അല്ല നമ്മള് അവിടെ നിന്ന് ഇവിടെ എടുത്തുകൊണ്ടുള്ള നല്ല മധുരം ഉണ്ട് കേട്ടോ, വെറുതെ പറയല്ല. അത് കഴിച്ചു നോക്കാം. അത് ഡബിൾ മൈൻഡിൽ ശരിക്കും പറഞ്ഞ കഴിച്ചു നോക്കിയത്. ശരിക്കും ആയിട്ടില്ല, ഇവിടെ നമ്മൾ കണ്ടറിയാം. അതാണ്. പക്ഷെ ഡബിൾ മൈൻഡിലെ കഴിച്ച് ആയിട്ടുണ്ടാവില്ല എന്നുള്ള ലെവലില്. പക്ഷെ ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് കറ തോന്നി? നിങ്ങൾക്ക് സാധാരണ സപ്പോർട്ട് കഴിക്കുമ്പോ കറ ഉണ്ടാവും. ഇതില്ല, ഒരു ചുണ്ട് ഒട്ടലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ദൂല. പക്ഷെ അത് ശരിക്കും ആയിട്ടില്ല. സപ്പോർട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സപ്പോർട്ടാ ഞാനിത് പറയൂട്ടാ. കാരണം നിങ്ങൾ ധൈര്യത്തിൽ മേടിച്ച് വെച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഇത് എത്ര വർഷം കൊണ്ടാണ് കായ്ക്കുക? ഇത് വെച്ചിട്ട് സപ്പോർട്ടൊക്കെ നമ്മളൊരു ചെറിയ തൈ വെക്കുകയാണെങ്കിൽ ഒരു വർഷം ആകുമ്പോൾ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് തുടങ്ങും. പക്ഷെ അത് അപ്പം തന്നെ അത് ഫ്ലവർ പിടിക്കില്ല, അധികം സപ്പോർട്ടും പിടിക്കലില്ല. ഫസ്റ്റത്തെ ഫ്ലവറൊക്കെ അങ്ങനെ പോവും. പിന്നീടാണ് ഇത് എന്ത് ചെയ്യല്, കായ പിടിക്കല്. ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെറിയ മരാണെങ്കിൽ തന്നെ ഗ്രാഫ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ കൊഞ്ഞാടി പോവും. പിന്നെ നമ്മൾ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം വളമ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇതായിട്ട് നല്ല രീതിയിൽ കായ പിടുത്തം തുടങ്ങും ചെയ്യും. ഇതിന്റെ യഥാർത്ഥ വലിപ്പം ഇതൊക്കെ നോക്കി അറിയാൻ ഇതിലും വലിപ്പം നല്ല വലിപ്പം വരും ഈ സാധനം. ഇപ്പൊ ഒരു കയ്യിൽ പിടിച്ചാൽ ഒരു കയ്യിലേക്ക് കൊള്ളാവുന്ന വലിപ്പം ഉണ്ട്. ശരിക്കും സപ്പോർട്ടിൽ ഞാൻ ഇതാ പറയുള്ളൂ കേട്ടോ, അത്രയും നല്ല അടിപൊളി സപ്പോർട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന മാങ്ങയായിരിക്കും, തായ്ലാൻഡ് ആൾ സീസണാണ്. മാങ്ങ എന്ന് പറയാൻ വലിയൊരു ഇതൊന്നുമില്ല. ടേസ്റ്റിന്റെ കാര്യത്തില് ചെറിയൊരു ഫ്ലേവറും ചെറിയൊരു മധുരം ഉണ്ടാവും. നല്ല അത്യാവശ്യം വലിയൊരു മോശം എന്ന് പറയാനില്ല. അങ്ങനെ പറയുന്നത് കാരണം ഞാൻ കഴിച്ചിട്ടാ ഡ്രമ്മി വെച്ചത് എറണാകുളത്തുള്ള കഴിച്ചു. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നുണ്ട് ഒരു 2-3 വെറൈറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവുമല്ലേ ചിലപ്പോ? 2-3 വെറൈറ്റി ഉണ്ട്. ഇത് അത്യാവശ്യം മധുരം ഉണ്ട്, നല്ല ഒരു ഫ്ലേവർ ഒന്നും പറയാതില്ല. പക്ഷെ ചില ആളുകൾ കിട്ടുന്നത് ഒന്നിനും പറ്റാത്ത മാങ്ങാണെന്ന് പറയുന്നത്, ഒന്നിനും പറ്റാത്ത. അപ്പൊ ഒരു തീരെ മധുരം ഇല്ലാത്തതുകൊണ്ടും ഒരു ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും പറയുന്നത്. ശരിക്കും എന്നോട് അവര് കഴിക്കാൻ പറഞ്ഞു എറണാകുളത്തുള്ള ആൾക്കാര്. എന്നിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ കഴിച്ചിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാ. അവരും അടുത്ത് കഴിച്ചിട്ട് അതേ അഭിപ്രായം പറഞ്ഞത്. സംഭവം അത് അങ്ങനെ ആയിരിക്കാൻ സാധ്യത. എന്താ വെച്ചാൽ 2-3 വെറൈറ്റി വരുന്നുണ്ടാവും. അതിൽ തന്നെ ഒന്നിനും പറ്റാത്ത വെറൈറ്റി വരുന്നുണ്ടാവും. അതാവും സാധ്യത. പക്ഷെ ഇത് അത്യാവശ്യം മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. കഴിച്ചിട്ടുണ്ട്. ഇതാണ് എല്ലാരിച്ചാമ്പ. ഇപ്പൊ ഫ്രൂട്ട് ആയിട്ടില്ല, ഇപ്പൊ ഫ്ലവറാണ്. ഇതൊക്കെ ഫുള്ള് ഫ്ലവർ ആയിരുന്നു. ഇതിപ്പോ ഇന്നലെ മിഞ്ഞാന്നായിട്ട് കൊഴിഞ്ഞു പോയതാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ ബിരിയാനായ ഫ്ലവറുകൾ ഉണ്ട്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫ്ലവർ കൊഴിഞ്ഞു പോയത്, ഫ്രൂട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം ഇത് ഫ്രൂട്ട് കിട്ടുമെന്ന് കരുതുന്നു. കുറച്ച് വലുതല്ലേ? എല്ലാരും പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ചാമ്പ എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. നല്ല വെറൈറ്റിയിൽ ഏറ്റവും നല്ലൊരു ചാമ്പയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോ കേരളത്തേക്ക് എത്തിയിട്ടുള്ളത്. തായ്ലാൻഡ് അവിടെ നിന്നൊക്കെ. ഇനിയിപ്പോ ഇതിപ്പോ എല്ലാ ആളുകളും ആയി കഴിച്ച് നോക്കിയാലിപ്പോ അത് അറിയുള്ളൂ. യഥാർത്ഥ റിവ്യൂ നമ്മൾ അറിയണമെങ്കിലേ ഇപ്പൊ വിദേശത്തു നിന്നുള്ള റിവ്യൂ അല്ല, നമ്മളിവിടെ ആയി വരുന്നുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫ്രൂട്ട് കിട്ടിയ ആൾക്കാരുണ്ട്, പക്ഷെ അത് മഴ ടൈമിലായിരുന്നു ആളുകൾ കിട്ടിയിട്ടുള്ളത്. ഈ മഴ ടൈമിൽ എന്തായാലും ചാമ്പന്റെ ടേസ്റ്റ് വ്യത്യാസം. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചാമ്പ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇപ്രാവശ്യം ആളുകൾ ഇതായി തുടങ്ങിയിട്ടുണ്ട്, പല ആളുകളെത്തും ഫ്രൂട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥ റിവ്യൂ അറിയാതിന്റെ. ഇതൊരു വയലറ്റ് ലീഫും വയലറ്റാണ്, ഇതിന്റെ ഫ്രൂട്ടും ഇതിപ്പോൾ ഇങ്ങനെ ഇതായി വന്നാണ്. ഇതിനെക്കാട്ടും വയലറ്റ് കളറായിരിക്കും ഫ്രൂട്ട് ഉണ്ടാവുക. ഇതിങ്ങനെ ആകുന്നതിനനുസരിച്ച് കളർ മാറി
ഏകദേശം ഇതിനെക്കാട്ടി ഒന്നുകൂടി ആവാണ്ട്, പക്ഷെ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എടുത്തു നോക്കല്ലേ? എടുത്തോ, കട്ട് ചെയ്യാം. രസമാണ്, അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതൊരു കട്ട് ചെയ്ത് സൂപ്പറല്ലോ. ഇത് പഴുത്തിക്കണോ? അത് ഏകദേശം കഴിക്കണം. പേരക്ക കഴിക്കണ ആ ഒരു നമ്മൾ സാധാ പേരക്ക കഴിക്കുന്നത് ഓവർ ടേസ്റ്റ് ഒന്നും പറയാനില്ല, പക്ഷെ കാണാനുള്ള ഭംഗിയുണ്ട്. കാരണം ഞാൻ എപ്പോഴും എൻ്റെതായ ഒരു റിവ്യൂ പറയാറുള്ളത്, നമുക്കിതൊരു ഭംഗിക്കും വെക്കാം. ജസ്റ്റ് പേരക്ക ഒരു സാധാ ലെവല് പേരക്ക, നമ്മൾ നോർമൽ പേരക്ക കഴിക്കുന്ന ടേസ്റ്റ്, മധുരവും ഇതൊക്കെ. അതിൽ കൂടുതൽ വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, പക്ഷെ അത് കാണാനുള്ള ഭംഗിയാണ്. ആൾക്കാർ മേടിച്ചുണ്ടാവാറുണ്ടാവില്ല. ശരിക്കും ഇതിന്റെ ലീഫും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേരക്ക നിൽക്കുന്നത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല അല്ലേ, കഴിച്ചു പോവുകയും ചെയ്യാം. ഇത് ശരിക്ക് ഭംഗിക്കൊക്കെ ആവും കൂടുതൽ ആൾക്കാർ. ആ ഭംഗിക്ക് നമ്മൾ മുറ്റത്തൊക്കെ വെച്ചാല് കാണാൻ, ചെടിക്ക് പകരം വെക്കാം. ഇതിന്റെ ലീഫ് കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ പരിപാലനം എങ്ങനെ വരില്ല? ഇതുമൂലൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ വലിയ വലിയ കായകള്. ഇത് സാധാരണ ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ സാധാ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ പോട്ടി മിക്സ്. അത് പിന്നെ ഒരു പ്രാവശ്യം ചാണകം ഇതൊക്കെ ഇട്ട് കൊടുക്കും. എല്ലാറ്റിനും ഒരേ വളം പ്രയോഗം ഞാൻ ചെയ്യല്. ശരിയല്ല, വലിയ എമൗണ്ടുള്ള വളങ്ങളൊന്നും ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് തൈകൾ വേണ്ടി വരും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. ഇതിലിപ്പോൾ നമ്മളിവിടെ കായ്ക്കുന്ന അവക്കാഡോന്റെ ഗ്രാഫ്റ്റ് ഉണ്ട്. നമ്മളിവിടെ കായ്ക്കുന്ന ഉറപ്പാ? കായ്ക്കുന്നതിമെന്ന് ചെയ്തെടുത്താണ്. ബട്ടർ എന്താ റേറ്റ് വരുന്നത്? ഇത് 350 ഉണ്ട്, നമ്മൾ 250 ഉണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം? നമ്മൾ ഒന്നുകൂടി കവർ മാറ്റിയതാണ്, വലിയ കവർക്ക് മാറ്റിയതാണ്. ഇത് സൈസൊക്കെ ഏകദേശം ഒരേ വലുപ്പം തന്നെയാണ്. ഇത് 250 വരുന്നത് തൈകൾ. നമ്മളിവിടെ കായ്ച്ചു തുടങ്ങും അല്ലേ? ഇത് പിന്നെ അതേപോലെ നമ്മളെ വൈറ്റ് മൾബറി ഉണ്ടല്ലേ, അതിന്റെ തൈകളാണ് ഇതൊക്കെ. ബഡ് തൈകളാണ്. അതിന് 300 രൂപയാണ്. 300 അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? നല്ല മധുരം എന്ന് പറഞ്ഞാല് ഓവർ മധുരമാണത്. പിന്നെ നമ്മളെ ഇതിന്റെ ഈ പേരന്റെ തൈകളുണ്ട്. ഇതെന്താ റേറ്റ് വരുന്നത്? അത് 120 രൂപ അല്ല ഈ കാണുന്ന പേരന്റെ തൈകള്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ പേരാണ് അതോ സ്ട്രോബെറിയാണ്? ഇത് അർക്കാവുന പറഞ്ഞൊരു പേരാണ്. ഇതിന്റെ തൈകളുണ്ട് ഇവിടെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഇതൊരു പുളിമധുരാണ്. ഇതൊരു പർപ്പിൾ ഫോർ റെയിൻഫോസ്റ്റ് പേര്, അങ്ങനെ എന്തോ വേറൊരു പേരുണ്ട്. അർക്കാവുനാണ് ഇതിന് പറയല്. ഇതിന് തൈകളുണ്ട്, നല്ല തൈകളുണ്ട്. ഇതൊക്കെ അവക്കാഡോ. ഇത് മറ്റേതാണ്, ഇത് ഗ്രൂമിച്ചാമാറിന്റെ ബാലിച്ചാമ്പല്ല ഗ്രൂമിച്ചാമാറിന് ഒരു ചെറിയ പെട്ട സാധനം. ചെറിയ പെട്ടല്ലേ? എന്താ റേറ്റ് വരുന്നത്? ഇത് 700 രൂപ വരുന്നു. ടേസ്റ്റ് ഉണ്ടത്? ഇത് നമ്മളിവിടെ ഇപ്പൊ കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ. പല 3-4 ഒരു 3-4 ആളുകൾ അടുത്താണ് ഇപ്പൊ എനിക്ക് കായ്ച്ചതായിട്ട് അറിവുള്ളൂ. കൂടുതൽ എല്ലാവരുടെ അടുത്തും കായ്ച്ചതായിട്ട് അറിയില്ല. അപ്പൊ ഇതിന്റെ റിവ്യൂ കറക്റ്റ് അറിയില്ല. പക്ഷെ എല്ലാവരും ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കായ്ച്ചിരിക്കുന്നത്. എല്ലാവരും വാങ്ങി വെക്കുന്ന ഒരു വെറൈറ്റി ആണ്. ടേസ്റ്റ് എങ്ങനെയാന്നുള്ള കറക്റ്റ് അറിയില്ല. മിൽക്ക് ഫ്രൂട്ട് ഇത് ഇതാണ് ബഡാണ്. ഇതിന് വരുന്നത് 500. പിന്നെ ഇതൊക്കെ ഇത് മറ്റേ സ്ട്രോബെറി പേരാണ്. ഇത് 150 അല്ലേ? അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഇത് യെല്ലോ ആണ്. ഈ യെല്ലോ സ്ട്രോബെറി പേരൊക്കെ 150 രൂപ. നല്ല പ്ലാന്റ് അല്ലോ. ഇതിപ്പോ ഏകദേശം എത്ര പ്രായതാ? ഇത് ഒരു വർഷത്തിന്റെ മുകളിലായിട്ടുണ്ടാവും. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കായ്ച്ചു തുടങ്ങും അല്ലേ? അല്ലെങ്കിൽ പിറ്റത്തെ വർഷം 2 വർഷത്തിനുള്ളിൽ എന്തായാലും കായ പിടിക്കും. യെല്ലോ സ്ട്രോബെറി പേരല്ലോ. പിന്നെ പേരക്കന്റെ തായ് പിങ്ക് വെറൈറ്റി ഉണ്ട്. കായ ഉള്ളതൊക്കെ ഉണ്ട്. ഇതില് കായ പിടിച്ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം. റേറ്റ് വരുന്നത്? ഇത് 450. റെയിൻ ഫോറസ്റ്റ് പ്ലം അല്ല? 400-450. പിന്നെ ഇതിന് ചെറുതുണ്ട് 300 രൂപന്റെ. ചെറിയ പ്ലാന്റ് ആയിരിക്കും. ചെറിയ പ്ലാന്റ്. ഇതൊക്കെ പിന്നെ അത്യാവശ്യം ആവറേജ് ടേസ്റ്റ് ആണ്. അല്ലാണ്ട് നല്ല സ്വീറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കഴിച്ചിട്ട്. പക്ഷെ നമ്മളെ ഈ പ്ലം ഐറ്റംസിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ്. നമ്മളെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല രീതിയിൽ ഉണ്ടാവും. പിന്നെ വലിയൊരു മോശം പറയാനല്ല, അത്യാവശ്യം നല്ല ഫ്രൂട്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മളിപ്പോ റിവ്യൂ കൂടുതൽ മധുരം അങ്ങനെ പറയാനില്ല. ഞാൻ ആ ഒരു റിവ്യൂ അല്ല പറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ചെയ്യും. ഇത് 2 വർഷം 3 വർഷം കൊണ്ട് കായ്ക്കും ചെയ്യും. പെട്ടെന്ന് ഉണ്ടാവും. ചില ആൾക്കാർ റിവ്യൂ പറഞ്ഞിട്ട് പിന്നെ നമ്മളത് അത്ര ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ച് ചീത്തറിയും, നീ എന്താ ഇങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ഇത് ഏതാ? ഇത് നാംഡോക്മേ. ഇത് കൊടുക്കാനുള്ള ഇത് കൊടുക്കാനുള്ളല്ല. ഇതിന്റെ തൈകൾ ഇവിടെ ഉണ്ട്. പൂട്ടൊക്കെ ഉണ്ടല്ലോ. പൂട്ടൊക്കെ ഉണ്ട്. ഇതെന്താ റേറ്റ്? ഇത് 450 അല്ലേ? നാംഡോക്മായി ഗ്രീൻ അല്ലേ? ഗോൾഡിന് റേറ്റ് ഉണ്ടോ? ഗോൾഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വേറെ ഏതൊക്കെ? പിന്നെ ഇത് എസ്കാലറ്റിന്റെ തൈകളാണ്. അത്യാവശ്യം നല്ല ബുഷ് 1 വർഷം കഴിഞ്ഞ തൈകളാണ്.
ഒരു ഇനിയിപ്പോൾ 2 വർഷം കൊണ്ടൊക്കെ എന്തായാലും ഫ്രൂട്ടാവും. നമ്മളിത് ചെറിയ ചട്ടിയിലായിട്ടാണ് ഈ വളർച്ച. ഇതിന്ന് ചട്ടി മാറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊന്തി വരുന്നത്. ഓക്കെ. പിന്നെ പിന്നെ ലോങ്ങൻ വെറൈറ്റികളുണ്ട്. ഇത് റൂബിയാണ്. ഇത് റൂബിയാ? റൂബിയിലാണ്. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് 1200. പിന്നെ ഇതൊക്കെ അത് റൂബിയാണ്. ഇത് രണ്ടും തന്നെ 1200 റൂബി. പിന്നെ ഇതൊരു ചെടിയാണ്. ഭംഗിക്ക് വെക്കാൻ പറ്റും ഔട്ട്ഡോർ ആയിട്ടല്ലേ. പിന്നെ ഇവിടെ വേറെ പിന്നെ ഇത് ജബോട്ടിക്കാബൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. റെഡ് ലാൻഡിന് എന്നൊക്കെ പറഞ്ഞ പുതിയ ഇതിൽ വരുന്ന ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന ഐറ്റംസ് ആണിത്. കാഴ്ച തുടങ്ങിയിരിക്കണോ? ഇത് 1-2 ആൾക്കാരത്തൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ. സെയിം ടേസ്റ്റ്? അതെ, അത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടാവും. ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാണെന്ന് പറഞ്ഞു കാഴ്ചയിലൊക്കെ. അടുത്തൊരു ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. ഇതിന് കുറേ വെറൈറ്റികളുണ്ട്. ഇത് ഇപ്പൊ കൊടുക്കുന്ന 1400 ആണത്. 1400 അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ വന്ന് വേറെ ഏതല്ലേ? പിന്നെ ഈ പെട്ട തന്നെയാണ് ഇത് റെഡ് ക്രിസ്റ്റൽ എന്ന വെറൈറ്റിയാണ്. ജബോട്ടിക്ക കുറെ ആൾക്കാർ നല്ല കളക്ഷൻ ചെയ്യുന്നുണ്ടല്ലേ ചട്ടിയൊക്കെ? അതെ, ഇത് റെഡ് ക്രിസ്റ്റൽ പറഞ്ഞാൽ അതേപോലെ നല്ല വലിപ്പം വരുന്നൊരു വെറൈറ്റിയാണ്. ഇല കരിയുന്നുണ്ട് അത് നല്ല വെയിൽ ഇതുകൊണ്ടുള്ള പ്രശ്നമാണല്ലേ? അല്ല ജബോട്ടിക്കൊക്കെ അങ്ങനെ പ്രശ്നം വരാം. നല്ല കാലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആവും. കുഴപ്പമില്ല. പക്ഷെ നമ്മള് വെയിൽ വേണേനും അങ്ങനെ വേണല്ലേ? അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് കൂടുതൽ നമുക്ക് ഈ ഇലകരിച്ചിലും ഇലക്ക് കളർ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പോട്ടി മിക്സിന്റെ പ്രശ്നമാക്കാണ് ചിലപ്പോൾ. അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ അങ്ങനെ വരും. വെള്ളം കൂടിയാൽ ഒരു ഇലക്കൽ മഞ്ഞളിപ്പൊക്കെ വന്നിട്ട് അതിന്റെ വേര് ചെയ്യാണ് വെള്ളം കൂടുതലായാലും. പക്ഷെ നമ്മൾ വെള്ളം തീരെ ഒഴിക്കാക്കാനും പറ്റില്ല. വെള്ളം വേണേനും ഈ പ്ലാന്റിന്. അങ്ങനത്തെ ഇതുണ്ട്, പ്രത്യേകത ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നല്ല അത്യാവശ്യം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. ഇല്ല. ഇനിയിപ്പോൾ അതോ നല്ലൊരു എഫക്റ്റ് നമ്മളിത് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മണലും മണ്ണും ചാണകപ്പൊടി മാത്രം ചേർത്താൽ മതി. എല്ലുപൊടി മറ്റേ ചകിരിച്ചോറൊന്നും മിക്സ് ചെയ്യരുത്. അത് നീ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ വേരിന് ചീച്ചിലൊക്കെ വന്നാൽ പ്ലാന്റ് പെട്ടെന്ന് ഇതാവും. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എടുത്തിട്ട് റീപോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ മണ്ണ് ഇട്ടുകൊണ്ട് റെഡിയാക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ എല്ലുപൊടി ഒഴിവാക്കുക, നമ്മളെ ചകിരിച്ചോറ് ഒഴിവാക്കുക പോട്ടി മിക്സിൽ. അതേപോലെ ജബോട്ടിക്കാബൻ്റെ വേറെ വെറൈറ്റിയാണ് ജയന്റ് ഗ്രീൻ ക്രിസ്റ്റലർ. വ്യത്യാസമുണ്ട്. ഇത് നമ്മള് റെഡ് കളർ ആവില്ല, അത് ഒരു ഗ്രീന് ആ കളർ തന്നെ ആയിരിക്കും. ജയന്റ് നല്ല വലുപ്പമുള്ള ഫ്രൂട്ടാണ് ഗ്രീൻ ക്രിസ്റ്റലർ. കായ്ക്കും. കായ്ച്ചു 1-2 ആളത്ത് കായ്ച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇത് തായ്ലാന്റ് ഈ ഭാഗത്തുനിന്ന് വരുന്നതായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റില്ല കായ്ക്കുന്നുള്ളത്. ഇത് 1200. എത്ര വർഷം? ഇപ്പൊ 1500 പല ആളുകളും ഇത് കൊടുക്കുന്നത്. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കും. 3 വർഷം. ഇത് പിന്നെ N18 ഒരു അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ്. ഇതിപ്പോ 380 കൊടുക്കുന്നത്. ഇതിന്റെ ചെറുത് 250 പ്ലാന്റും ഉണ്ട്. അത്ര വലുപ്പമില്ല, 250 വരുന്നത്. എന്നാലും പിന്നെ ഇത് നല്ല പ്ലാവില് ഏറ്റവും നല്ല പ്ലാവ് പെട്ടാണ് J33. 200 രൂപ. 200 രൂപ 2 വർഷം. ഇത് J33 3 വർഷം കഴിയും. 3 വർഷം കഴിയും. ഏതാണ് 2 വർഷം? വിയറ്റ്നാം എയർലൈനാണ്. 1 വർഷം 2 വർഷത്തിന് കായ്ക്കൂല്ലേ? അവിടെ ഉണ്ടോ അതിന്റെ തൈകളുണ്ട്? എന്താ റേറ്റ് തന്നെ? അത് 150 ഉണ്ട്, 250 ഉണ്ട്. ഇതൊക്കെ വരുന്നത് 150 ആണ്. ഇത് 250. അത്യാവശ്യം വലുപ്പം വന്നത്. ഇതിന്മേൽ ചക്ക ഇത് ഉള്ളായിരുന്നു ഇതിന്മേലൊക്കെ. ഇതിനിപ്പോൾ കൊണ്ടുവച്ചാൽ അടുത്ത വർഷം എന്തായാലും കായ്ക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് തന്നെ വലുതുണ്ടല്ലോ. ഇതൊക്കെ എന്താ സംഭവം? ഇത് നമ്മളൊരു ഹോബി എന്നുള്ള രീതിയിലേ ഇത് പറഞ്ഞ കോഴിയാണ്. അതേപോലെ ആഫ്രിക്കൻ്റെ ബേഡുണ്ട്. കൂടുതലുണ്ടായിരുന്നു, ഇപ്പല്ല. കുറച്ചല്ല. അപ്പോൾ കുറച്ചാണ്. ഇവിടെയും കോഴിയുണ്ടല്ലോ. കോഴി ഇപ്പം എങ്ങനെ ഉണ്ട്? കോഴി ഇപ്പം നമ്മളൊരു ഹോബി എന്നുള്ള രീതിയിൽ വളർത്തുന്ന സംഭവം മാത്രമേ ഉള്ളൂ അല്ലേ? മെയിനായിട്ട് ഇതാവല്ലേ? ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഫാമുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നമ്മളതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.